അച്ഛൻ പറഞ്ഞ ഒരു കാര്യവും എന്റെ മോൾ ഇന്നുവരെ അനുസരിക്കാതിരുന്നിട്ടില്ല. സിനിമയിൽ അഭിനയിക്കണമെന്ന് പ്രിയങ്ക ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പൊ ചിലപ്പോ നീയും ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ അത് നമ്മുടെ കുടുംബത്തിന്റെ ആഗ്രഹമല്ല. ഈ കുടുംബം തകരാതെ നോക്കേണ്ടത് അച്ഛന്റെ ഉത്തരവാദിത്വമല്ലേ? അതുകൊണ്ട് എന്റെ മോള് ഈ അവസരം പ്രിയങ്ക മോൾക്ക് വിട്ടുകൊടുക്കണം. എന്താണീ പറ്റില്ലേ നിനക്ക്? പറ്റില്ല പറയാനാണ് ഉദ്ദേശമെങ്കിൽ ഇത്രയും കാലം ഇവിടെ നിന്ന് തിന്ന വറ്റിന്റെ കണക്കെങ്കിലും മനസ്സിൽ കൂട്ടി നോക്കണം. അതിന്റെ നന്ദി കാണിക്കാൻ ശ്രമിക്കണം. മര്യാദയ്ക്ക് ആ ഫോൺ എടുത്ത് സംവിധായകനെ വിളിച്ചു പറ. ചേച്ചി എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? ചേച്ചി ഈ അവസരം വേണ്ടെന്ന് വെച്ചാ അയാള് പിന്നെ എന്നെ നായികയാക്കൂ. പറ മോളെ. അച്ഛൻ എന്നോട് പൊറുക്കണം. ഈ കുടുംബത്തിനും ഇവിടെയുള്ളവരുടെ നന്മയ്ക്കും വേണ്ടിയല്ലാതെ ഞാൻ ഇന്നുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇപ്പൊ ഞാനത് തീരുമാനിച്ചതും ഈ കുടുംബത്തിന് തൃപ്തിയായില്ലേ ദേവാ നിനക്ക്? തൃപ്തിയായില്ലേന്ന്? ചേച്ചി അഭിനയിക്കില്ല അച്ഛൻ. ഒരാളെ ചത്ത് കിടക്കുന്ന വീട്ടിൽ നിന്ന് മറ്റൊരാൾക്ക് അഭിനയിക്കാൻ പറ്റില്ലല്ലോ. ചാവുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വളർത്തി വലുതാക്കി അവള് നിങ്ങൾക്ക് ജനിച്ച കുഞ്ഞിന്റെ ജീവൻ എടുക്കുന്നു. അതാ ഇപ്പൊ ഇവിടെ നടക്കാൻ പോന്നേ. രാധിക മോള് നമ്മളെ നിഷേധിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവളുടെ കാര്യത്തിലെങ്കിലും കണക്കൂട്ടലുകളും തെറ്റിപ്പോയിട്ടില്ലെന്നാണ് ഞാൻ ഇതുവരെ വിശ്വസിച്ചിരുന്നത്. ആ ഒരു വിശ്വാസം ഇനി വേണ്ട. ആദ്യമായിട്ടാ അച്ഛൻ്റെ അമ്മയുടെ വാക്കുകളെ ഞാൻ തട്ടിക്കളയുന്നത്. അവരൊരുപാട് വേദനിക്കും. പക്ഷെ വാക്ക് കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ വാക്ക് കൊടുത്താൽ അത് പ്രിയം വരണ ഒന്നിച്ചുള്ള ജീവിതത്തിൻ്റെ അവസാനമായിരിക്കും. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലല്ലോ ദൈവമേ.
എന്താ ഈ കാണിക്കുന്നത്? എന്താ എന്താ മോനെ? ഇവളിനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ ഇവക്കിനി അവകാശം ഒന്നും ഉണ്ടാവത്തില്ല. എന്താ കുട്ടി ഈ പറയുമേ? താലി കെട്ടിയ പെണ്ണിനെ താലി കെട്ടിയെന്ന്? ഇവിടെ ഞാൻ താലി കെട്ടിയോ മുത്തശ്ശി? പറ. എല്ലാത്തിനും ഇവക്ക് കൂട്ടുവയ്ക്കുന്നത് മുത്തശ്ശിയല്ലേ? ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ മുമ്പിൽ വെച്ച് പറ. മോനെ, നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമുക്കത് പറഞ്ഞു തീർക്കാം. അല്ലാതെ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാന്ന് വെച്ചാ കതിർ മണ്ഡപത്തിൽ വെച്ച് മോൻ താലി കെട്ടിയത് പ്രിയങ്കയല്ലേ? ഞാനല്ലേ ഇവളുടെ കൈ പിടിച്ച് മോന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചത്? ആ ആണോന്ന് ദേ ഇവളോട് ചോദിക്ക്. ഈ നിൽക്കുന്ന മുത്തശ്ശിയോട് ചോദിക്ക്, അല്ലെങ്കിൽ അമ്മയോട് ചോദിക്ക്. ഇവിടെ ഞാൻ താലി കെട്ടിയിട്ടില്ല. കതിർ മണ്ഡപത്തിൽ വെച്ച് ഞാൻ കൈ പിടിച്ചത് ഇവളെ അല്ല. ഞാൻ സ്നേഹിച്ചതും താലി കെട്ടിയതും ചേർത്ത് പിടിച്ചതൊക്കെ ഒരു പെണ്ണിനെയാ, ഒരേ ഒരു പെണ്ണിനെ. അച്ഛൻ ഈ നിൽക്കുന്ന മകൾ രാധികയെ അരുത് മോനെ, കള്ളം പറയരുത്. അല്ലോ അച്ഛന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ കെട്ടിയ താലി ഇവിടെ കഴുത്തിൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വായിക്കോട്ടെ, നോക്ക്. ആണ് ഈ താലി സത്യമാണെങ്കിൽ ഇവളാ എന്റെ പെണ്ണ്. എനിക്ക് ജീവിക്കേണ്ടത് ഇവളുടെ കൂടെയാ. ഞാനിത് സമ്മതിക്കില്ല. നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം? പരസ്പരം ഇഷ്ടപ്പെടുന്നവരാ ഞങ്ങള്. ഒന്നിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിച്ചവരാ ഞങ്ങള്. ഇനി ഞങ്ങളുടെ ജീവിതത്തിന് തടസ്സം നിൽക്കാനായിട്ട് ആരെയും അനുവദിക്കില്ല. രാധികേ, വാ. വരാനാ പറഞ്ഞത്. വരാൻ. ഞാൻ എന്റെ പെണ്ണിനെ കൊണ്ടുപോവാ. തർക്കിക്കാനോ തടയാനോ ആരെങ്കിലും വന്നാ എല്ലാത്തിനും കൊന്നിട്ടായാലും എനിക്കിവിടെ കൊണ്ടുകൊണ്ടുവരും. രാധികേ, നമുക്ക് നമ്മുടെ ജീവിതം ആരംഭിക്കാം. വാ.
അച്ഛാ പ്രിയയുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അച്ഛൻ ജീവനോട് ഉണ്ടാവില്ല. പ്രിയയുടെയും മരുണിന്റെയും ബന്ധം നിലനിൽക്കണമെങ്കിൽ ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചേ പറ്റൂ. എല്ലാവരും എന്നോട് പൊറുക്കണം. ഭഗവാനെ പൊറുക്കണേ. ഞാൻ സ്നേഹിച്ചതും താലി കെട്ടിയതും ചേർത്ത് പിടിച്ചതൊക്കെ ഒരു പെണ്ണിനെയാ, ഒരേ ഒരു പെണ്ണിനെ. അച്ഛൻ്റെ ഈ നിൽക്കുന്ന മകൾ രാധികയെ. എന്താ പെട്ടെന്ന് മോളുടെ പാട്ട് നിന്ന്? രാധിക, മോളിങ്ങോട്ട് വരൂ. മോളുക, ഈ കണ്ടീഷനിൽ ക്ലാസ് എടുക്കണ്ട. എന്റെ കൂടെ വാ. മക്കള് പ്രാക്ടീസ് ചെയ്തോളൂ, ടീച്ചർ ഇപ്പൊ വരും. എന്ത് പറ്റി മോളെ? എന്താ നിനക്ക്? എന്ത് പറ്റി?
ഈ ലോകം നിന്നെ തിരിച്ചറിയുന്ന വലിയ ഒരു നിമിഷം നിന്റെ മുന്നിൽ എത്തിയല്ലോ എന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. അത്രയൊക്കെ നേടിക്കഴിഞ്ഞ ഒരാൾക്ക് പിന്നെ എന്താ സങ്കടം? ആ നേട്ടം തന്നെ എന്റെ സങ്കടം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല മാഡം. ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചാലും ഇല്ലെങ്കിലും എന്നെ തേടി ഒരു ദുരന്തം എത്തും. ദുരന്തമോ? എന്ത് ദുരന്തം? മോള് രാധികെ, നിന്റെ മനസ്സിലെ പേടി എന്തായാലും അത് നീ തുറന്നു പറ. അതിനൊരു പരിഹാരം കാണാതെ നീ ഇങ്ങനെ കരഞ്ഞു നടക്കണ്ട. പറഞ്ഞാൽ ആർക്കും മനസ്സിലാവാത്ത പ്രശ്നങ്ങളാ. എത്ര നാളായിട്ട് ഓരോരുത്തരുടെ ജീവിതത്തിന് ഞാൻ കാവല് നിൽക്കുമെന്നറിയും. എന്റെ മനസ്സിൽ തോന്നിയ എന്തൊക്കെ കാര്യങ്ങൾ അടച്ചു വെച്ചും ഇല്ലാണ്ടാക്കി ഞാൻ സഹിച്ചിട്ടുണ്ടെന്നറിയോ? എന്നിട്ടും നോക്ക്, ഞാൻ നിന്റെ അമ്മയാണ്. അമ്മയോട് പറയാത്ത ഒരു രഹസ്യവും മക്കളുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. നീ കരയുന്നതിന്റെ കാരണം എനിക്കറിയണം. അത് അമ്മയുടെ അവകാശമാണ്. ഞാൻ പറയാമേ, ഇനിയെങ്കിലും ഞാനതൊക്കെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എടോ, തന്നെ കണ്ട ആദ്യ നിമിഷം മുതൽ എന്റെ മനസ്സിലുള്ളൊരു കാര്യം എനിക്ക് പറഞ്ഞേ പറ്റൂ. എനിക്ക് തന്നെ ഇഷ്ടമാണ്. കണിമംഗലം പരമേശ്വരൻ എന്ന് കേട്ടിട്ടുണ്ടോ നീ? ഞാൻ കേട്ടിട്ടില്ല. രാജപാരമ്പര്യം ഉള്ളവരാ, കോടീശ്വരന്മാരാ. കണിമംഗലം പരമേശ്വരന്റെ ഇളയ മോനാ വരും. വിദേശത്താ പഠിച്ചിരുന്നത്, ഇപ്പൊ നാട്ടിലുണ്ട്. നിന്നെ എവിടെയൊക്കെ വെച്ചു കണ്ടു, ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ ആലോചന വന്നത്. ഇത് ഒരു പ്രേമലേഖനം. ഓ, പിന്നെ നീയല്ലേ പ്രേമലേഖനം എഴുതാൻ പോകുന്നത്? ഞാൻ പറഞ്ഞ സത്യം. ഇന്ന് എനിക്കൊരു പ്രേമലേഖനം കിട്ടി. സുന്ദരമായൊരു പ്രേമലേഖനം. അതിന് മറുപടി വേണോന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിനക്കാരാ പ്രേമലേഖനം തന്നെ? വരും. ആര്? നിന്നെ പെണ്ണന്വേഷിച്ചു വന്നാണോ? അതെ, അവൻ തന്നെ. നിങ്ങൾ തമ്മിൽ കണ്ടോ? കണ്ടില്ല. അത് ഞാൻ തന്ന കത്ത് വായിച്ചോ? എഴുതിയതൊക്കെ ഇഷ്ടപ്പെട്ടോ? ഓ, എല്ലാം കത്തിലുണ്ടാവുമല്ലേ? മോളെ, ഞാൻ അച്ഛനെ അമ്മയും വിളിക്കും, ഞാൻ മുത്തശ്ശിയും വിളിക്കും. അവർക്കിത് അറിഞ്ഞാലുണ്ടല്ലോ. ആരെയും വിളിച്ചു കൂട്ടണ്ട. ഞാൻ തന്നെ മണ്ഡപത്തിലേക്ക് ചെന്നോളാം. അവിടെ കയറി നിന്ന് എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലാന്ന് വിളിച്ചു പറയാം. ചെല്ലട്ടെ. പ്രിയങ്ക, സിനിമയുടെ പൂജയും നടക്കണം, കല്യാണവും നടക്കണം. അതിനെന്തെങ്കിലും മാർഗമുണ്ടോന്നാ നമ്മളിപ്പോ ചിന്തിക്കേണ്ടത്. എനിക്കിപ്പോ ഇവിടുന്ന് ശരത്തിന്റെ കൂടെ പോയേ പറ്റൂ. അതിന് ചേച്ചി എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ എന്ത് സഹായിക്കാനാ? ഒരു മാർഗമുണ്ട്. തൽക്കാലം എന്റെ ആഭരണങ്ങളും വേഷമൊക്കെ അണിഞ്ഞ് ചേച്ചി മണ്ഡപത്തിലിരിക്കണം. നീ ആരാ? നീ എന്തിനാ എന്റെ മുറിയിലേക്ക് വന്ന്? ഞാൻ ആരെന്നോ? ഞാൻ പ്രിയങ്ക. വെറുതെ എന്നെ കളിപ്പിക്കാൻ നോക്കണ്ട. നീ പ്രിയങ്ക ഒന്നുമല്ല. എന്തു പറ്റി? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്റെ പ്രിയങ്ക അല്ലാന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഇഷ്ടപ്പെട്ടത് നിന്നെ അല്ല. ഞാൻ താലി കെട്ടിയത് നിന്നെ അല്ല. നീ ഒന്ന് പുറത്തു പോ. താലി കെട്ടിയത് എന്നെ തന്നെയാ. കണിമംഗലത്തുകാര് വന്ന് കണ്ടതും
വിവാഹം ഉറപ്പിച്ചതും എന്നെ തന്നെയാ. പ്രിയങ്കയ്ക്ക് ഞാൻ ഒരുക്കി കൊടുക്കുന്ന ഈ വഴിയുണ്ടല്ലോ, അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴിയാണ്. സിനിമയിൽ നായികയായി കഴിഞ്ഞാൽ പിന്നെ അവൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ ഒരു എഗ്രിമെൻ്റാ ഞങ്ങൾ തമ്മിൽ. എന്തൊക്കെയാ പറയുന്നത്? സത്യം. എൻ്റെ ജീവിതത്തിൽ നിന്ന് അനാവശ്യമായി ഒന്ന് പുറത്തു പോകുന്നു. അത്യാവശ്യമായിട്ടുള്ള ഒരാൾ അകത്തേക്കും വരുന്നു. ആ അത്യാവശ്യം എന്താണെന്ന് മനസ്സിലായോ? ആ അത്യാവശ്യത്തിൻ്റെ പേരാണ് രാധിക.